Dear students, welcome back to another session on Newtonian mechanics. So in the last video we have discussed the brief history of classical mechanics, and we have seen that the classical mechanics is broadly divided into two. One is the Newtonian mechanics and the other one is the analytical mechanics. In Newtonian mechanics, the central theme is force, which is a vector, whereas in analytical mechanics, the central theme or the central quantity is energy, which is a scalar. So we can conclude that the Newtonian mechanics is basically a vectorial approach, whereas the analytical mechanics, of which the Lagrangian mechanics and the Hamiltonian mechanics forms two branches, sub-branches, is actually a scalar approach. Each of this branch of classical mechanics has got its own advantages and limitations. Anyway, we will be focusing on the Newtonian mechanics in our present course, and before we proceed on to the discussion of the Newton's laws, let me summarize the validity conditions of Newtonian mechanics and its some of the limitations. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അതിൻ്റേതായ പ്രത്യേകതയോടെ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്ന് കണ്ടു. മെക്കാനിക്സിൻ്റെ മറ്റു ബ്രാഞ്ചുകൾ നമ്മൾ കണ്ടു. ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തെ പഠിക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്ന്, നമ്മൾ കണ്ടു ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വലിയ സൈസുള്ള, കമ്പാരറ്റീവ്ലി ഒരു ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ അറ്റോമിക് ഡയമെൻഷനേക്കാളും വലിയ സൈസുകൾ ഉൾപ്പെടുന്ന വസ്തുക്കളുടെ മോഷനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ദ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഈസ് വാലിഡ് ഇൻ എക്സ്പ്ലെയിനിങ് മോസ്റ്റ് ഓഫ് ദ എവറിഡേ ഫിനോമിന വിച്ച് വി ക്യാൻ ഒബ്സർവ് വിത്ത് അവർ നേക്കഡ് ഐസ്. നമ്മൾക്ക് ദൃഷ്ടിഗോചരമായ കാണാൻ പറ്റുന്ന വസ്തുക്കളുടെയൊക്കെ മോഷനെ പഠിക്കാൻ വേണ്ടി വളരെ നല്ല ഒരു ടൂളായിട്ടാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കരുതപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ കൺസിഡേർഡ് ടു ബി ഇന്നവിറ്റബിൾ ഫോർ സയൻറ്റിസ്റ്റ് ആൻഡ് എൻജിനീയേഴ്സ്. എൻജിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഏതൊരു ബ്രാഞ്ചിലായിക്കോട്ടെ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ മറന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോവുക വളരെ വിഷമമാണ്. ആൻഡ് ഈവൻ ദോ Newtonian mechanics is regarded as one of the oldest branch, it is not redundant. അത് ഇപ്പോഴും റെലവൻ്റ് ആണ് എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ മോഡേൺ ഫിസിക്സിൽ ആറ്റോമിക് വേൾഡിലേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയർ വേൾഡിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പോലും മോഡേൺ ഫിസിക്സിൻ്റേതായ തത്വങ്ങളൊക്കെ പഠിക്കുമ്പോഴും ആ മിക്ക തത്വങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് തന്നെയാണ്. അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ പഠനത്തോടെ നമ്മൾ ആർജിച്ചെടുത്ത ചില മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ പലപ്പോഴും നമുക്ക് മോഡേൺ ഫിസിക്സ്, ആ ചില കോൺസെപ്റ്റുകൾ, ചില ആശയങ്ങളൊക്കെ നമുക്ക് മോഡേൺ ഫിസിക്സിൻ്റെ ഒരു ലോകത്തേക്ക് എത്തുമ്പോഴും നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ വാലിഡിറ്റി ഓർ ദീസ് ആർ ദ റെലവൻസ് ഓഫ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ആൻഡ് ലൈക്ക് എവറി ബ്രാഞ്ച് ഓഫ് സയൻസ്, ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ് ടു. അപ്പോൾ ചില ലിമിറ്റേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐ ആം സമറൈസിങ് ഇറ്റ് ഹിയർ അഗെയിൻ. സി, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫെയിൽസ് ഫോർ സിസ്റ്റംസ് വിച്ച് ആർ മൂവിങ് വിത്ത് ലാർജ് സ്പീഡ്സ്. വളരെ ഉയർന്ന വേഗതയോടെ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ മോഷനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ഒരിക്കലും ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് പറ്റുന്നില്ല. ഈ സ്പീഡിൻ്റെ ഒരു റിലേറ്റീവ് ഐഡിയ നമ്മൾ പറഞ്ഞിരുന്നു. ലൈറ്റിൻ്റെ വാക്വത്തിലുള്ള സ്പീഡ് നിങ്ങൾക്കറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 3 × 10⁸ meter per second, അല്ലെങ്കിൽ 3 ലക്ഷം
kilometer per second പറയാൻ പറ്റും. Okay, so the velocity of light in vacuum, that is approximately that is 3 into 10 raised to 8 meter per second, which is nothing but close about some like 3 lakh kilometer per second. So അത്ര വളരെ ഉയർന്ന വേഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ നമ്മളിങ്ങനെയാണ് പറയുക, when the velocity of an object it approaches the velocity of light. When the velocity of an object approaches the velocity of light in vacuum, then we call such velocities as relativistic velocities. അത്തരത്തിലുള്ള വെലോസിറ്റികൾ നമ്മൾ പറയുന്നത് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് സ്പീഡുകൾ എന്നാണ് പറയുക. അപ്പോൾ അത്രത്തോളം ഉയർന്ന സ്പീഡുകളിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ചലനത്തെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഒരിക്കലും ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് നൽകാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മളെ തിയറി ഓഫ് റിലേറ്റിവിറ്റി സഹായിക്കുന്നത്. നമുക്കറിയാം തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐൻസ്റ്റൈനെ പറ്റി ഓർമ്മ വരും. തീർച്ചയായിട്ടും ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, രണ്ട് തിയറീസ് ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്, പ്രധാനപ്പെട്ട എസ്റ്റാബ്ലിഷ് ആയിട്ട് രണ്ട് തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണുള്ളത്. വൺ ഈസ് നോൺ ആസ് ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് നോൺ ആസ് ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, special theory, and there is a modified version what is known as the general theory of relativity. ഇങ്ങനെ രണ്ട് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉള്ളൂ. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, റിലേറ്റിവിറ്റിയിൽ രണ്ട് എസ്റ്റാബ്ലിഷ്ഡ് തിയറീസ് ഉണ്ട്. ഇതിൽ രണ്ടും ഉപയോഗപ്പെടുത്തുന്ന മേഖലകൾ വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഓർത്താൽ മതിയാവും. തൽക്കാലം നിങ്ങൾക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റിയിട്ട് തന്നെ there is yet another module in your second mechanics course, mechanics 2 course in your third semester of the degree, so I'm not spending much time on it now. Special theory of relativity is especially useful while dealing with particles or objects which are moving with large velocities comparable with the speed of light in vacuum, okay, or speed approaching the speed of light in vacuum. Whereas general theory of relativity is specially applicable for explaining the motion of large objects like the heavenly bodies that too are acted upon by strong gravity. ഇപ്പോൾ ഇവിടെ സ്ട്രോങ് ഗ്രാവിറ്റി എന്ന് പറയാം, അല്ല വെരി ലാർജ് മാസസ്, സ്ട്രോങ് ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ വെരി ലാർജ് മാസസ് ആയിട്ടുള്ള വസ്തുക്കൾ മൂവ് ചെയ്യുമ്പോൾ അവയുടെ മോഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിക്കുക. അപ്പോൾ സ്പെഷ്യൽ തിയറി ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ റിലേറ്റിവിസ്റ്റിക് സ്പീഡ്സ്, ഓക്കെ, വി കമ്പയറബിൾ ടു സി ആണെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിലൊക്കെ എന്താണ് നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് ചില പരിമിതികളുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. Right, so relativistic speeds. Then second one is that it fails for systems of atomic dimensions and smaller. Okay, as we have already explained that it is best fit to explain macroscopic objects. It's not that much successful in explaining the systems, the properties of systems of atomic dimensions and smaller. ഇപ്പോൾ ഒരു ആങ്സ്ട്രം യൂണിറ്റ് അല്ലേ, നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെയൊക്കെ ആറ്റത്തിൻ്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത് ആങ്സ്ട്രം യൂണിറ്റ് ആണ്. ആങ്സ്ട്രം, 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 10⁻⁻10 മീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇനി അതിലും ചെറുത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ന്യൂക്ലിയർ ഡയമെൻഷൻ, ന്യൂക്ലിയസിൻ്റെയൊക്കെ ആറ്റത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ന്യൂക്ലിയർ ഡയമെൻഷൻ നമുക്കറിയാം. സോ ന്യൂക്ലിയർ ഡയമെൻഷനൊക്കെ സാധാരണഗതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ഫെർമി, റൈറ്റ്, 1 ഫെർമി. സോ ഫെംറ്റോമീറ്റർ എന്നൊക്കെ എഴുതാം നമുക്ക് വേണമെങ്കിൽ അല്ലേ, 1 ഫെർമി. സോ ഒരു ഫെർമി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻15 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ചെറിയ ദൂരങ്ങളിലേക്ക് മാറ്ററിൻ്റെ സൈസ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. വി ഹാവ് ടു മോഡിഫൈ ഇറ്റ് സ്യൂട്ടബിളി ആൻഡ് ദാറ്റ് ഈസ് വെയർ ദ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് വാട്ട് emerging. So that is about the validity and limitations of Newtonian mechanics. Now I think we can just recall the 3 Newton's laws of motion, which forms the foundations of all these classical mechanics. Okay, so already you have listened to Newton's laws of motion several times. I do not know how many. Okay, but still let's make our discussion complete by just mentioning the Newton's laws of motion again, and thereafter we'll go to understand those laws of motion in different context by certain problems as mentioned in your reference textbook and the syllabus. Okay, fine. So let's go now. So the Newton's laws of motion are regarded as the 3 laws that laid the foundations for classical mechanics. Okay, classical mechanics ന്റെ അടിസ്ഥാന ശിലകളിൽ നിന്ന് കരുതപ്പെടുന്ന 3 നിയമങ്ങളാണ് ന്യൂട്ടന്റെ നിയമങ്ങൾ.
ന്യൂട്ടൻ്റെ നിയമങ്ങൾക്കറിയാം വളരെ ഓൾഡ് ആയിട്ടുള്ള നിയമങ്ങളാണ്, വളരെ പഴയ നിയമങ്ങളാണ്. പക്ഷേ ഈ നിയമങ്ങൾ പല രീതിയിൽ സ്റ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഐ ഹാവ് റീപ്രൊഡ്യൂസ്ഡ് ഹിയർ ആൻ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഓഫ് ദ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഫ്രം ലാറ്റിൻ. ഓക്കെ, ലാറ്റിനിൽ നിന്നും ഒരു ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദർ ആഫ്റ്റർ ഐ ഹാവ് ഗിവൺ ദ വെരി കോമൺ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി യൂസ് ടു ലേൺ. അപ്പോൾ നമുക്കറിയാം ലാറ്റിനിൽ കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ, ഓക്കെ, ലാറ്റിനിൽ നിന്നും ഒരു 1803 കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ലാറ്റിൻ ട്രാൻസ്ലേഷൻ. Just you can see how that words are used, okay, in the old English translation and all. Latin 1800 around ulla oru translation aanu. So this is the law 1. First law, everybody passes in its state of rest or of uniform motion in a right line. See, instead of straight line they are using right line, unless it is compelled to change that state by forces impressed thereon. ഓക്കെ, സോ ഇതൊരു പഴയ ഇംഗ്ലീഷാണ്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്കറിയാം ഈ നിയമങ്ങൾ ആദ്യമായി പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ന്യൂട്ടൻ്റെ ഫേമസ് അല്ലേ ബുക്കിലാണ്. ഇസ് നോട്ട് പ്രിൻസിപ്പിയ എന്നുള്ള ബുക്കിലാണ് ആദ്യമായിട്ട് നിയമങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ ആ നിയമങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ലോ, എവരിബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or in uniform motion in a straight line. So I am underlining something here which is actually the soul. So everybody continues in its state of rest or in uniform motion. So there is an option, either rest or in uniform motion in a straight line unless compelled by an external force to act otherwise. Okay, or unless compelled by an external force, that's enough. Okay, to act otherwise means to deviate from the state of rest or state of uniform motion. So that is your first law of motion, and we'll detail on each of this law later. The second law says, okay, this is an original translation, the alteration of motion is ever proportional to the motive force impressed. And is made in the direction of the right line instead of straight line. This is the old usage in which that force is impressed. Okay, impressed means acting, that is the meaning. Okay, is impressed. So that is only to tell you that such definitions also exist. I just have reproduced it here, no other relevance. We can just depend upon the original, not the original but the familiar translation, the rate of change of momentum. So the same meaning of ന്യൂട്ടൺസ് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ഹാസ് ബീൻ നൗ റീഡ്രാഫ്റ്റഡ്. ഇങ്ങനെയാണ് റീഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു പരിചയമായിട്ടുള്ളൂ. സോ യു ക്യാൻ ഫോളോ ദ സെയിം വാട്ട് എവർ സ്റ്റേറ്റ്മെന്റ് യു ഹാവ് ലേൺഡ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണാൻ പറ്റും. ഇങ്ങനെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ള വാക്കൊന്നും ഒറിജിനൽ ന്യൂട്ടന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഇല്ല. ഓക്കെ, ന്യൂട്ടന്റെ ഒറിജിനൽ വേർഡിങ്ങിൽ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ള ആക്ച്വൽ വാക്കുകളൊന്നും ഇല്ല. അതൊക്കെ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. പിന്നെ ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് ന്യൂട്ടൺ എന്താണോ കരുതിയിരുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ അദ്ദേഹം ഇതായിരിക്കാം അല്ലേ കവി ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി, റൈറ്റ്? സോ ഹിയർ കംസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി, rate of is directly proportional to the applied force. So here motive force, force which causes applied force, and the change takes place in the direction in which the force acts. So this is also something very very important. The change of what? The change of momentum. Okay, the change of momentum, and this change of momentum is actually later we will define it is connected with the acceleration, right? Because change of momentum, if the mass is remaining constant, of course change of momentum will be due to the change in what? The velocity, and the change in velocity, rate of change of velocity, we call it as what? Acceleration. So here in the second law it says that the direction of force and the direction of acceleration of the body should be the same. So that comes over here, and the change takes place in the direction in which the force acts. Okay, so here the change means the direction of acceleration. That is what they mean.
So that is about the second law, and we'll explain it, of course. So let's complete defining the laws for see the thing. So Newton's laws of motion. The third one is that to every action. So first I'm giving you in quotes the original translation. To every action there is always opposed and equal reaction, or the mutual actions of two bodies upon each other are always equal and directed to contrary parts. So this is the original statement. Or in simple terms, I think this one should be see the most favorite law that every physics student is not would like to memorize, because it's something, it's a rhythmic, it's something you can see that easy to memorize. To every action there is always an equal and opposite reaction. Okay, so yeah, of course we will just discuss on this law further later when we come to real problems. So that's about an overview of the statement of the three laws of motion. Now let us discuss one by one with some more points on it. And as I told you in the introductory video, see we can spend hours and hours discussing about Newton's laws of motion, because it has got that much meaning, and we'll restrict ourselves to the needs, and you can supplement with using your textbook, Kleppner and Kolenkov. So let's come back to the Newton's first law again. So I have just reproduced the same statement that is commonly used by us. Every body continues its state of rest or of uniform motion in a straight line unless compelled by an external force to act otherwise. അല്ലേ, നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, എന്താണ്, ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള ചലനാവസ്ഥയിലോ അല്ലേ, നേർരേഖയിലൂടെയുള്ള ചലനാവസ്ഥയിലൂടെയോ. അപ്പോൾ അവിടെ നോക്കണം ഒരു നേർരേഖയിലൂടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, റൈറ്റ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇസ് നോട്ട് ഓക്കെ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട. തുടരുന്നു എപ്പോൾ വരെ? അൺലസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്ട് അതർവൈസ് അല്ലേ, മറ്റൊരു ബാഹ്യബലത്തിൻ്റെ സമ്മർദ്ദം ഇല്ലാത്തിടത്തോളം കാലം, അങ്ങനെ നമ്മൾ പറയും അല്ലേ. ഒരു ബാഹ്യബലത്താൽ ആക്ട് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ഏതൊരു വസ്തുവും എന്ത് ചെയ്യുന്നു, അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നു എന്ന് നമുക്ക് വേണേൽ പറയാം മലയാളത്തിൽ. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ വേർഡിങ്സ് നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. ഐ എം നോട്ട് സോ ഫെമിലിയർ അബൌട്ട് ദ വേർഡിങ്സ് ഇൻ മലയാളം, ബട്ട് ദിസ് ഈസ് എ കോൺസെപ്റ്റ് ദെയർ. സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ ഇൻ എ ലിറ്റിൽ ബിറ്റ് മോർ ഡീറ്റെയിൽ. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ. സോ ദിസ് ഈസ് ആക്ച്വലി ദ ലോ വിച്ച് ഡിഫൈൻസ് എ പ്രോപ്പർട്ടി ഓഫ് എവറി മെറ്റീരിയൽ ഒബ്ജക്റ്റ് വാട്ട് ഈസ് നോൺ എസ് ഇനേർഷ്യ. ഓക്കെ, ഇനേർഷ്യ എന്ന് പറയുന്ന വസ്തുക്കളുടെ പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലോ ആയിട്ടാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ കരുതുന്നത് അല്ലേ. സോ ഇറ്റ്സ് ഓൾസോ റിഗാർഡഡ് ആസ് ദ ലോ ഓഫ് ഇനേർഷ്യ, because by the word inertia we mean the tendency, is not? Inertia is the tendency of a material object, is not, to remain in its state of rest if it were at rest initially, or to continue its state of uniform motion along a straight line if it were doing it likewise. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ തുടരാനുള്ള വസ്തുക്കളുടെ പ്രവണത, അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുക. നമ്മൾ പല രീതിയിലുള്ള ഇനേർഷ്യയെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ +1 ക്ലാസ്സുകളിലും ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്നൊക്കെ പറയും. ധാരാളം എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഓർമ്മയുണ്ടാവും അല്ലേ. ബസ്സിൽ ഓക്കെ, എന്താണ് നിൽക്കുന്ന യാത്രക്കാരൻ എന്താണ് സംഭവിക്കുന്നത്, മുൻപോട്ടേക്ക് വീഴുന്നു, പുറകേക്ക് വീഴുന്നു എന്നൊക്കെയുള്ള പറഞ്ഞ ധാരാളം എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിവേ ദ തിങ് ഇസ് ദാറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് law defines the inertia. Also it defines the central quantity in Newtonian mechanics, names the force. അപ്പോൾ നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയുടെ സിഗ്നിഫിക്കൻസ് എന്താ പറഞ്ഞാൽ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ തന്നെ ഇനേർഷ്യയെ പറ്റി പറയുന്നതോടൊപ്പം തന്നെ ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ് എന്നുള്ള കാര്യത്തെ പറ്റിയും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ഡിഫൈനിങ് ഫോഴ്സ്. ദാറ്റ് ഇസ് വൺ റെലവൻറ്റ്. നൗ another important feature of Newton's first law is that it's a statement about the existence of inertial frames of reference. നിങ്ങൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ പറ്റിയിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ +1 ക്ലാസ്സുകളിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടാവും. വി വിൽ ഡീറ്റെയിൽ ഓൺ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് whenever the topic arises, but let me just give you a hint. ഓക്കെ, വളരെ എളുപ്പത്തിൽ, വളരെ എന്താണ് ലളിതമായി പറഞ്ഞാൽ, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഞാൻ ഇതിനെ തൽക്കാലം ചുരുക്കിയിട്ട് FOR എന്ന് വിളിക്കുകയാണ്.
ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഇതിൻ്റെ ഒരു ആശയം, നിങ്ങളിങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ, പുസ്തകം വായിച്ചു പോകുമ്പോൾ, ഇതൊരു മാത്തമാറ്റിക്കൽ ടേം ആണെങ്കിൽ പോലും ഇങ്ങനെ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇതിനെ ഒബ്സർവർ എന്നൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മതിയാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഫിസിക്സിൽ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്സർവറെ നിങ്ങൾ മനസ്സിൽ കാണുക. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രതിഭാസത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് പ്രാധാന്യമൊന്നുമില്ല. ഉദാഹരണത്തിന് സീ ദാറ്റ് സം ഇൻസിഡൻറ്റ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, like some incident is happening somewhere, like see that a ball has been thrown into air. അല്ലേ, ഒരു ബോൾ എയറിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ബോൾ എയറിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. ഓഫ് കോഴ്സ് യു നോ ഇറ്റ്സ് ട്രാജക്ടറി അണ്ടർ ഗ്രാവിറ്റി വിൽ ബി എ പാരാബോളിക് വൺ. ഇറ്റ്സ് എ പ്രൊജക്ടൈൽ. അപ്പോൾ ഈ ബോളിൻ്റെ മോഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ, നമുക്ക് പഠിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇതാണ്. എന്താണ് മോഷൻ ഈസ് ഓൾവേസ് റിലേറ്റീവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മോഷൻ ഈസ് റിലേറ്റീവ് എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ആശയം. നിങ്ങൾ മോഷനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ കൈവരിച്ചിട്ടുണ്ടാവും. മോഷൻ ഈസ് ഓൾവേസ് റിലേറ്റീവ് അല്ലേ. എന്തെങ്കിലും ഒന്നിനെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനോട് റിലേറ്റ് ചെയ്തിട്ടല്ലാതെ നമുക്കൊരു വസ്തുവിൻ്റെ മോഷനെ പറ്റിയിട്ട് പറയുക എന്ന് പറയുന്നത് എന്തല്ല, സാധ്യമല്ല. ഓക്കെ, രണ്ട് വസ്തുക്കൾ ഒരേ വസ്തുവിനെ തന്നെ ഒരു വ്യക്തി മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ആ വസ്തു എന്തായിരിക്കാം, റെസ്റ്റിലായിരിക്കാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഈ വസ്തുവിനെ നിരീക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ന്യൂട്ടണിയൻ നിയമത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒബ്സർവർക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഒരു ഒബ്സർവർ ഒരു മോഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒബ്സർവറുടെ അവസ്ഥ എന്താണ് എന്നുള്ളതനുസരിച്ചിട്ട് വസ്തുവിൻ്റെ മോഷനെ പറ്റിയിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ ചിലപ്പോൾ നമ്മുടെ ഒബ്സർവർ വരുത്തിയേക്കാം എന്നുള്ള കാര്യം എപ്പോഴും ഉണ്ടാവണം. സോ ഒബ്സർവർ ഹാസ് ഗോട്ട് എ കീ റോൾ ടു പ്ലേ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ ഓഫ് സിസ്റ്റംസ് ആസ് ഫാർ ആസ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇസ് കൺസേൺഡ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഒരു ഒബ്സർവർക്ക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ തൻ്റേതായ റോളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ചില പ്രത്യേക രീതിയിൽ ഒബ്സർവേഷൻസ് എടുക്കുകയാണ് എങ്കിൽ വസ്തുക്കളുടെ മോഷനെ പഠിക്കാനും ഡിസ്ക്രൈബ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അത്തരത്തിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ചില ഒബ്സർവേഴ്സിനെ പറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളൊരു ആശയം ഫിസിക്സിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫറൻസ് നമുക്കറിയാമല്ലോ ഇവിടെ അല്ലേ, റെഫറൻസ് റിലേഷന് വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ പറയാമല്ലേ വിത്ത് റെഫറൻസ് ടു എ പോയിന്റ്, ഒരു പോയിന്റിനെ ആസ്പദമാക്കി. ആ പ്രത്യേകം നമ്മൾ മാത്തമാറ്റിക്കലി അത്തരത്തിലുള്ള ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഒറിജിൻ, റൈറ്റ് അല്ലേ. ഒരു ഫിക്സഡ് പോയിന്റിനെ ഏതിനെ ആസ്പദമാക്കിയാണോ ഒരു വസ്തുവിൻ്റെ പൊസിഷനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ എളുപ്പമുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസിൽ അല്ലേ, സാധാരണ കാർട്ടീഷ്യൻ സ്പേസിൽ അല്ലെങ്കിൽ യുക്ലീഡിയൻ സ്പേസിൽ നമ്മൾ ഒരു ഇമാജിനറി പോയിന്റ് അസ്യൂം ചെയ്യുകയാണ്. ആ പോയിന്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്, നമ്മൾ വസ്തുക്കളുടെ മോഷനെ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അല്ലേ, നമ്മളൊരു ദൂരം പറയുമ്പോൾ എന്താ പറയുക, ലൈക്ക് കൂത്തുപറമ്പിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെയാണ് നിർമ്മലഗിരി കോളേജ് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം കൂത്തുപറമ്പിൽ 4 കിലോമീറ്റർ ദൂരെയാണെന്ന്, അല്ലെങ്കിൽ എന്താ ഇരിട്ടിയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ പൊസിഷൻസ് ഒക്കെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഒറിജിൻ വേണം. ഏത് ഒറിജിൻ വേണമെന്നും ആ ഒറിജിൻ എവിടെ ഫിക്സ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് പ്രോബ്ലംസ് സ്റ്റേറ്റ് ചെയ്യുന്നവരുടെ ഫ്രീഡമാണ്. മീൻസ് ഇറ്റ്സ് ആർ ഫ്രീഡം ടു ഫിക്സ് ദ ഒറിജിൻ എനിവെയർ വി ലൈക്ക്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒറിജിൻ ഫിക്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ എക്സസൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നാൽ അതിൻ്റെ അർത്ഥം ഒരു ഒറിജിൻ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിലേക്ക് അതിന് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു എന്താണ്, കൂത്തുപറമ്പിൽ നിന്നും നിർമ്മലഗിരി കോളേജ്, ഓക്കെ, കൂത്തുപറമ്പിൽ നിന്നും നിർമ്മലഗിരി കോളേജ് എന്ന് പറയുന്ന ഓർ സംബഡി ഐ ആം ട്രൈങ് ടു ഡിഫൈൻ ദ പൊസിഷൻ. കൂത്തുപറമ്പിൽ നിർമ്മലഗിരി കോളേജ് എന്ന് പറയുന്നത് 4 കിലോമീറ്റർ ദൂരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ട്. എന്താണ് പ്രശ്നം? ഓക്കെ, നോ, സോ ഇറ്റ് ക്യാൻ ബി അലോങ് എനി ഡയറക്ഷൻ, റൈറ്റ്? നോ, ബിക്കോസ് ഇറ്റ്സ് എ സ്കേലർ വാട്ട് ഐ മെൻഷനിങ്.
അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു നിശ്ചിതമായ ദിശകളും കൂടെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് അലഞ്ഞു തിരിയാതെ, അല്ലേ, 4 കിലോമീറ്റർ ദൂരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൂത്തുപറമ്പ് എന്ന് പറയുന്ന ഒറിജിൻ, റൈറ്റ്, കൂത്തുപറമ്പ് എന്ന് പറയുന്ന ഈ ഒറിജിൻ, കൂത്തുപറമ്പാണ് എൻ്റെ ഒറിജിൻ, റൈറ്റ്. അപ്പോൾ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ ഒറിജിനിൽ നിന്നും ഒരു 4 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ എവിടെ വേണമെങ്കിലും നിർമ്മൽ കോളേജ് വരാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ട്. പക്ഷെ നമുക്ക് വി ഹാവ് ടു മേക്ക് തിങ്സ് ടു ബി വെരി സ്പെസിഫിക്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, we just state along this direction, along east or along west, along north or south or northeast, okay, whatever it is. അപ്പോൾ നമ്മളൊരു ഡയറക്ഷനും കൂടെ അവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻസിനെ സൂചിപ്പിക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ വി ആർ യൂസിങ് ഇൻ മാത്തമാറ്റിക്സ് ദ കോൺസെപ്റ്റ് ഓഫ് ആക്സിസ്. നമ്മൾ ആക്സസുകൾ, ചില ഫിക്സഡ് ആക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. സോ ലെറ്റ്സ് സേ ദാറ്റ് ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് വൺ ഈസ് വാട്ട് വൈ ആക്സിസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡസൻറ്റ് മാറ്റർ, വാട്ട് എവർ ദ വേ ഇൻ വിച്ച് യു ഡിഫൈൻ ദ ആക്സിസ്, ദാറ്റ്സ് അപ് ടു അസ്. ഓക്കെ, ആക്സിൻ്റെ ഓറിയൻറ്റേഷൻ ഒക്കെ നമുക്ക് തീരുമാനിക്കാം, തീർച്ചയായിട്ടും നെയിമിങ്ങും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, അല്ല, ഇനിയിപ്പോൾ അതാ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ, ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ഇതിൻ്റെ പൊസിഷൻ വെൽ ഡിഫൈൻഡ് ആയി മാറി. പൊസിഷൻ മാത്രമല്ല, ഇതിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി എന്ന് കരുതി, ഇതൊരു വസ്തു, ഓക്കെ, മൂവിങ് ഒബ്ജക്റ്റ് ആണെന്ന് കരുതുക, ഒരു കാറാണെന്ന് കരുതുക, യുവർ കാർ ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോളേജ് ഗേറ്റ്, റൈറ്റ്. സോ നിങ്ങളുടെ കാറാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടാവും. സോ യു നോ, ഓക്കെ, വാട്ട് യു ആർ കോളിംഗ്, യു ആർ ജസ്റ്റ് നെയിമിംഗ് ഇറ്റ് ആസ് വാട്ട് ഇസ് നോൺ ആസ് എ പൊസിഷൻ വെക്ടർ ആർ. ഓക്കെ, ഇനി ഈ ബോഡിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മൾ R2 എന്ന് പറയുന്ന മറ്റൊരു പൊസിഷൻ വെക്ടർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. സോ യു നോ, ഹാവിങ് ആൻ ഒറിജിൻ and an associated axis system, or I can say coordinate system. ഇവിടെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളതിന് പകരമായിട്ട് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റംസ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് എങ്കിൽ, കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, an origin with fixed axis, അല്ലേ, ഒരു ഒറിജിനും അതോടൊപ്പം ഒരു ആക്സിസും കൂടി ചേർന്ന എന്താണ് ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാധാരണഗതിയിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം. സോ ദാറ്റ് എ പോയിന്റ് ഇൻ ദാറ്റ് കോർഡിനേറ്റ് സിസ്റ്റം വിൽ ബി ഹാവിങ് സർട്ടൻ വെൽ സ്പെസിഫൈഡ് സ്പെസിഫിക്കേഷൻ ലൈക്ക് എക്സ് വൈ സെഡ് ലൈക്ക് ദാറ്റ് ഓൺ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് വസ്തുവിൻ്റെ പൊസിഷനെ പറ്റി കൃത്യമായിട്ട് പറയാനും വസ്തുവിൻ്റെ മോഷനെ പറ്റി കൃത്യമായിട്ട് പറയാനും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു റെഫറൻസ് ആയി മാറുന്നു. ആ റെഫറൻസ് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ വിളിക്കുന്നതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നമുക്ക് ആധാരശില എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഏതൊന്നിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമ്മൾ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആശയപ്രകാരം ഈ ഒബ്സർവർ, അല്ലേ, ഈ മോഷൻ ശ്രദ്ധിക്കുന്ന അല്ലെ നിരീക്ഷിക്കുന്ന വ്യക്തി ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒറിജിൻ ഉണ്ടെന്ന് കരുതിയാൽ മതി. അതായത് നമ്മൾ ഈ പറഞ്ഞ ഒരു ഒബ്സർവർ ഉണ്ടല്ലോ ഇവിടെ, ഈ നിരീക്ഷകൻ എവിടെയാണെന്ന് കരുതുക, നിരീക്ഷകൻ ഈ ഒറിജിനിലുണ്ടെന്ന് കരുതുക. സോ അവർ ഒബ്സർവർ ഈസ് അറ്റ് ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് കരുതുക. എന്നിട്ട് ഇദ്ദേഹം ഈ മോഷനെ സ്റ്റഡി ചെയ്യുന്നതായിട്ട് കരുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എവിടെയെങ്കിലും അസ്യൂം ചെയ്തിട്ട് അവിടേക്ക് ഒബ്സർവറെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെ വെർച്വലി നമുക്ക് നേരെ തിരിച്ചു പറഞ്ഞുകൂടെ, എന്താണ്, എവിടെയാണോ ഒബ്സർവർ ഉള്ളത് ആ ഒബ്സർവറിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് അസ്യൂം ചെയ്യാൻ പറ്റും, അല്ലെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഒബ്സർവറിൽ അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒബ്സർവർ എന്താണോ നിരീക്ഷിക്കുന്നത് ആ നിരീക്ഷണങ്ങളായിരിക്കും വസ്തുവിൻ്റെ മോഷനെ പറ്റിയിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ തൽക്കാലം ഓർക്കേണ്ടുള്ളൂ. ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്സിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ഏതൊന്നിനെ അടിസ്ഥാനമാക്കിയാണോ എന്തിനെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ വസ്തുവിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് വിളിക്കുക, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുക. ഇനി ഫ്രെയിം ഓഫ് റെഫറൻസിനെ ന്യൂട്ടോണിയൻ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എങ്കിലും നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 broad categories for the time being. One is known as the inertial frame of reference, and other one is known as non-inertial frame of reference. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾ നോക്കുക, ഇനേർഷ്യൽ അല്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ. നോക്കൂ, അത് എവിടുന്ന് വന്നിട്ടുണ്ടാവാം, നമ്മൾ കണ്ടു ന്യൂട്ടന്റെ ആദ്യ ചലന നിയമമാണ് ലോ ഓഫ് ഇനേർഷ്യ എന്നുള്ള പ്രോപ്പർട്ടിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന പ്രോപ്പർട്ടിയെ പറ്റിയിട്ടൊക്കെ ഡിഫൈൻ ചെയ്യുന്ന നിയമം ന്യൂട്ടന്റെ നിയമമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനേർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കിയാൽ
ന്യൂട്ടന്റെ നിയമങ്ങൾ മാറ്റമൊന്നും കൂടാതെ, വലിയ മോഡിഫിക്കേഷൻ ഒന്നും കൂടാതെ ന്യൂട്ടോണിയൻ നിയമങ്ങളെ അതേപടി നമുക്ക് ഏതൊരു ഫ്രെയിമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള ഫ്രെയിമുകളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊരു റെഫറൻസ് ഫ്രെയിമിനെയാണോ അല്ലെങ്കിൽ ഏതൊരു റെഫറൻസ് ഫ്രെയിമിലാണോ ന്യൂട്ടന്റെ നിയമങ്ങളെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ, വ്യത്യാസങ്ങളൊന്നും വരുത്താതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അത്തരത്തിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫോർ ദ ടൈം ബീങ് ദാറ്റ് ക്യാൻ ബി അവർ definition. We will detail on inertial frame of reference later. Okay, അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി ന്യൂട്ടോണിയൻ ചലന നിയമങ്ങളെ മറ്റ് ചില ഫ്രെയിമുകളിൽ നിന്ന് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതേപടി ഉപയോഗിക്കാൻ പറ്റില്ല. ന്യൂട്ടോണിയൻ ചലന നിയമങ്ങളിൽ ചില അഡീഷണൽ ടേമുകളൊക്കെ കൂട്ടിച്ചേർത്താൽ മാത്രമേ ന്യൂട്ടന്റെ നിയമങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രെയിമുകളെ, ന്യൂട്ടോണിയൻ ചലന നിയമങ്ങളെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആക്ച്വൽ റിസൾട്ടിൽ നിന്നും ഒരു വേറിട്ട ഒന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് നേരിട്ട് ന്യൂട്ടോണിയൻ ചലന നിയമങ്ങളെ മോഡിഫിക്കേഷൻ കൂടാതെ ഉപയോഗിക്കാൻ പറ്റാത്ത ഫ്രെയിമുകളെ അല്ലെങ്കിൽ റെഫറൻസുകളെയാണ് എന്ത് പറയണത്, നമ്മളെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഡെഫിനിഷനിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണും ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആർ അൺആക്സലറേറ്റഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് and non-inertial frames of reference are accelerated frames of reference. പിന്നെ കാണും. Okay, I will come to that one later as the just topic demands. അപ്പോൾ ഏതായാലും തൽക്കാലം ഒരു കാര്യം ഓർക്കുക, ഒരു ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് സൂചന നൽകുന്ന ഒരു നിയമമായിട്ടാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ ഇന്റർപ്രറ്റേഴ്സ് കാണാറുള്ളത്. ഓക്കെ, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാറുണ്ട്. ഞാനിവിടെ ഒരു ഡെഫിനിഷൻ, വളരെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ തുടക്കം തന്നിട്ടുണ്ട്. എ റെഫറൻസ് ഫ്രെയിം ഇൻ വിച്ച്, അല്ലെ, ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ഓഫ് മെക്കാനിക്സ് ഹോൾഡ്സ് ഗുഡ് ഈസ് നോൺ as വാട്ട്? ദ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് ഒരു ഡെഫിനിഷനാണ്, തൽക്കാലം ഒരു പ്രിലിമിനറി ഡെഫിനിഷനായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ ഇവിടെ എന്താണ് ന്യൂട്ടന്റെ നിയമത്തിൽ പറയുന്നത്, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം കൊടുക്കുകയാണ്, ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സീറോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് കരുതുക. സോ ഇഫ് ദ ഫോഴ്സസ് ആർ ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, അല്ലേ? ഫോഴ്സസ് വെക്ടേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെ? യു നോ ദ ഐഡിയ ദാറ്റ് ഓക്കെ, ഇഫ് യു ഹാവ് ഗോട്ട് ആൻ ഒബ്ജക്റ്റ് ഹിയർ, സോ ദിസ് ഇസ് മാസ് em, ഈ വസ്തുവിൻ്റെ മുകളിലൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നു കരുതാം. ഇപ്പം തീർച്ചയായിട്ടും ദർ ഇസ് നോ എനി ബാലൻസിങ് ഫോഴ്സസ് ഹിയർ. തീർച്ചയായിട്ടും ഈ മാസിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവും നമുക്കറിയാം, അല്ലേ? ദർ ബി എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ്, ഇറ്റ്സ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഇനി നോക്കുക, തൽക്കാലം ഇതിന് മുകളിൽ ഇഫ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അനദർ ഫോഴ്സ് ഓഫ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ഈസ് ആക്ടിങ്, സേ 10 ന്യൂട്ടൺ. ഓക്കെ, യു നോ ദാറ്റ് ദ ഫോഴ്സസ് ആർ ദെയർ, external forces are acting on the object but they are balanced, അല്ലേ? because these two forces will cancel each other. Okay, they are equal in magnitude but opposite in direction. So we can say that in this case the net force is equal to 0. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ കാരണം എന്താ? ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് മാത്രമാണ് ഇത് എന്താവുന്നത്, ഇങ്ങനെ ക്യാൻസൽ ആയി മാറുന്നത്. ഇഫ് ഫോഴ്സ് വെയർ സ്കാലർ it would have got simply added up, algebraically added up, no, right? Okay, so if forces are balanced, F net equal to 0 ആണെങ്കിൽ രണ്ട് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. രണ്ട് കേസുകൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് കേസ്, ഫോഴ്സസ് ബാലൻസ്ഡ് ആണെങ്കിൽ രണ്ട് സാധ്യതകൾ ഉണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു സാധ്യത ഇതാണ്, ഒബ്ജക്ട്സ് ആർ അറ്റ് റെസ്റ്റ്. ഓക്കെ, ഒബ്ജക്ട്സ് ആർ അറ്റ് റെസ്റ്റ്. ഇനി ഫോഴ്സ് 0 ആണ്, നെറ്റ് ഫോഴ്സ് 0 ആണ്, ഒബ്ജക്ട്സ് റെസ്റ്റിലാണെന്ന് കരുതുക. അപ്പോൾ ഒബ്ജക്ട് റെസ്റ്റ് എന്നുള്ളത് നമുക്ക് പറയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, u ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ദോസ് ഒബ്ജക്ട്സ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ അറ്റ് റെസ്റ്റ്, അല്ലേ? നിശ്ചലമായിട്ടിരിക്കുന്ന വസ്തു നിശ്ചലമായിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വസ്തു അവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ
അതിന് മുകളിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ് എങ്കിൽ, ഉദാഹരണം നിങ്ങൾ ടേബിളിന്റെ മുകളിൽ എന്തെങ്കിലും വസ്തു വെച്ചിരിക്കുന്നു, സേ ദാറ്റ് യു ഹാവ് കെപ്റ്റ് എ ബുക്ക് ഓവർ ദ ടേബിൾ, റൈറ്റ്, book over the table. You know, as per your already existing knowledge, let the mass of the book be m, so there will be weight of the book acting downward, which is nothing but mg. Okay, അപ്പോൾ mg ഫോഴ്സ് ഇതിന് മുകളിൽ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും, ടേബിളിന്റെ മുകളിലേക്ക് അല്ലേ, ടേബിളിന്റെ സർഫസിലേക്ക്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ, ബുക്ക് നമ്മൾ മറ്റൊരു ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം കാലം അത് ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ നിൽക്കുന്നു. എന്താ കാരണം? തീർച്ചയായിട്ടും നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും, ഇതിന് മുകളിൽ ഈ എം ജിയെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മറ്റേതോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അവരെ തിരിച്ചറിയേണ്ടി വരും. ദാറ്റ് ഈസ് അവർ ജസ്റ്റ് ഇൻറ്റ്യൂഷൻ. ഇതിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മളൊരു റിവേഴ്സ് തിങ്കിങ് കൊടുക്കുകയാണ് അല്ലേ. ഇത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്, റെസ്റ്റിൽ തന്നെ തുടരുന്നു, പക്ഷെ നമുക്കറിയാം എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തിക്കുകയാണ് എങ്ങനെ ഇതിന് റെസ്റ്റിൽ തുടരാൻ കഴിയും. റെസ്റ്റിൽ തുടരാൻ കഴിയണമെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ്സ് നെറ്റ് ഫോഴ്സ് ഷുഡ് ബി ബാലൻസ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? there should be some force which acts in the opposite direction whose magnitude is exactly equal to mg എന്ന് പറയും. നമ്മൾ ഈ ഫോഴ്സിനെയാണ് നമ്മുടെ മെക്കാനിക്സ് ക്ലാസ്സുകളിൽ നോർമൽ റിയാക്ഷൻ ആർ എന്ന് വിളിച്ചിട്ടുണ്ടാവുക അല്ലേ. നമ്മളിത് പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ, ഇക്വിലിബ്രിയം അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? ആർ ഈക്വൽ ടു mg എന്ന് നമ്മൾ പല പ്രോബ്ലത്തിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ കം ടു ദാറ്റ് വൺ. സോ ഫോഴ്സസ് ബാലൻസ്ഡ് ആണ് എങ്കിൽ, എഫ് നെറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടരുന്നു. സോ ഇഫ് ഇറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ റെസ്റ്റ്. സോ ബോഡി കണ്ടിന്യൂ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നുള്ളതിന് അർത്ഥമാണ് പറയുന്നത് അല്ലേ. സി, ഇനി അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഇവിടെയാണ് നമ്മൾ പറയുന്നത് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സി, ഇൻ ദിസ് കേസ് ആക്സലറേഷൻ ഇല്ല അല്ലേ, റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി നമുക്ക് മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. എന്താണ് പോസിബിലിറ്റി? ഒന്നുകിൽ കേസ് 2, ഇതാണ് ഞാൻ സെക്കൻഡ് കേസ് ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ ഒബ്ജക്ട്സ് ഇൻ യൂണിഫോം മോഷൻ അല്ലേ, ഒബ്ജക്ട്സ് യൂണിഫോം മോഷനിലാണെന്ന് കരുതുക. എന്താ യൂണിഫോം മോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? യൂണിഫോം മോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സി, ദ ഒബ്ജക്ട്സ് ആർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. അതാണ് നമ്മളിവിടെ യൂണിഫോം മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. യൂണിഫോം മോഷൻ മീൻസ് വാട്ട്? സ്പീഡ് കോൺസ്റ്റന്റ്, direction also what? The same. So I can say that same speed, same means constant. Okay, better I can use constant speed, constant speed. Okay, and same direction, right? Constant speed and direction. ഡയറക്ഷനിലും മാറ്റം വരാൻ പാടില്ല, സ്പീഡിലും മാറ്റം വരാൻ പാടില്ല. അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മളിവിടെ യൂണിഫോം മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഒബ്ജക്ട്സ് യൂണിഫോം മോഷനിലാണെന്ന് കരുതുക അല്ലേ. ഇനി ഒബ്ജക്ട്സ് യൂണിഫോം മോഷനിലാണ്, നെറ്റ് ഫോഴ്സ് 0 ആണ് എങ്കിൽ ആ വസ്തു യൂണിഫോം മോഷനിൽ തന്നെ തുടരുന്നു. ഓക്കെ, യൂണിഫോം മോഷനിൽ തന്നെ തുടരുന്നു. ആൻഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് വാസ് നോട്ട് അണ്ടർസ്റ്റുഡ് അറ്റ് ദ ടൈം ഓഫ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിന്റെ കാലത്ത് മനസ്സിലാക്കപ്പെടാതെ പോയ ഒരു ആശയം ഇതാണ്. ഒബ്ജക്ട്സ് യൂണിഫോം മോഷനിലാണ് എങ്കിൽ ആ വസ്തു യൂണിഫോം മോഷനിൽ തന്നെ തുടരുവാൻ ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അരിസ്റ്റോട്ടിലിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ അരിസ്റ്റോട്ടിൽസ് ഫാലസിയെ പറ്റിയിട്ട് തുടക്കത്തിലുള്ള ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ, അങ്ങനെ പറയാം അല്ലെ, നമുക്ക് സെയിം സ്പീഡ് വിത്ത് ഡയറക്ഷൻ ഈസ് നോൺ ആസ് വാട്ട്? കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ ഒരു വസ്തു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ വസ്തുവിനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ തന്നെ തുടരണമെങ്കിൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് വീണ്ടും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ആക്സലറേഷൻ 0 ആവുന്ന 2 കേസുകളിലാണ്. ഒന്നുകിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താണ്? യൂണിഫോം മോഷനിലാണ്. ഈ 2 കേസിലും ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ ഈ 2 കേസിൽ നമ്മൾ ഒരു കാര്യം അനുമാനിക്കേണ്ടി വരും, ആ വസ്തുവിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ഓക്കെ, സോ that is the essence of what Newton's first law of motion. If you just try to understand. So ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിൻ്റെ ഉള്ളിലുണ്ട്? ന്യൂട്ടന്റെ നിയമത്തിൽ ഫസ്റ്റ് ലോയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പരിചിതമായതുകൊണ്ടാണ് ഞാൻ വേഗം ഇവിടെ ആക്സലറേഷനെ പറ്റി ഉള്ള ഒരു ടേം ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ഓൾറെഡി F=ma എന്നുള്ള ഇക്വേഷൻ പരിചയമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ
ന്യൂട്ടൺ എന്നാണോ ഈ നിയമം പ്രസ്താവിച്ചത് അന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ പുതുമയുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. Now the video is almost 40 minutes, so if it is lengthy it won't be fine. So let me just stop for the time being with the Newton first law here. Now I will just do another video on Newton's second law, and later we'll go to the applications.